ഓക്കെ, അപ്പോൾ നമ്മുടെ സാമ്പിളിങ്ങിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. നെക്സ്റ്റ് സാമ്പിൾ സൈസ് എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്നാണ് കേട്ടോ. അതായത് ഒരു സാമ്പിൾ സൈസ് തീരുമാനിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ റിസർച്ചർക്ക് മുന്നിൽ വലിയൊരു പ്രോബ്ലം തന്നെയാണത്. അപ്പോൾ വലിയൊരു സാമ്പിൾ എടുക്കണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരുപാട് കോസ്റ്റും ടൈമൊക്കെ ആവശ്യമാണ്. ചെറിയ സാമ്പിൾ എടുത്താലോ നമുക്ക് ചിലപ്പോൾ വിശ്വാസയോഗ്യമായ വിവരങ്ങൾ അതിൽ നിന്നും കിട്ടുകയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നല്ലൊരു സാമ്പിൾ സൈസ് നമ്മൾ നിർണ്ണയിക്കുക. ഒന്ന് നേച്ചർ ഓഫ് ദ പോപ്പുലേഷനാണ്, നമ്മുടെ പോപ്പുലേഷൻ്റെ സ്വഭാവം അല്ലേ. ഹോമോജീനസ് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളാണ് ആ ഗ്രൂപ്പിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് സാമ്പിൾസ് എടുത്താലും നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും അല്ലേ. പക്ഷേ പോപ്പുലേഷനിൽ വൈവിധ്യ സ്വഭാവമുള്ളവരാണ് കൂടുതലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നല്ലൊരു റിലയബിൾ റിസൾട്ട് കിട്ടണമെങ്കിൽ വലിയൊരു സാമ്പിളിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ കോംപ്ലക്സിറ്റി ഓഫ് ടേബിൾസ് ആക്കി നമ്മുടെ ഡാറ്റയെ അറേഞ്ച് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണത് ക്ലാസിഫൈ ചെയ്യുന്നത്, ടാബ്ലറ്റ് ചെയ്യുന്നത്, ഗ്രൂപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു ലാർജ് സൈസ് ഓഫ് ദ സാമ്പിളാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡിപ്പെൻഡബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് തന്നെ അവിടെ നിന്നും ലഭിച്ചിരിക്കും. സാമ്പിൾ സൈസ് കുറയും തോറും നമുക്ക് എത്രത്തോളം റിലയബിൾ ആയൊരു ടാബുലേഷൻ പ്രോസസ്സ് അവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് ടാസ്ക് ആയിട്ട് മാറും. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പണവും ടൈമും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലാർജ് സാമ്പിൾസ് തന്നെ എടുത്ത് കണ്ടക്ട് ചെയ്യാം അല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ഒരു സാമ്പിൾ സെലക്ഷൻ തന്നെ നടത്തിയിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ്. ഏത് സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്നു, അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ അത് ഓരോ സാമ്പിളിംഗ് മെത്തേഡിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരേപോലുള്ള സ്വഭാവങ്ങളുള്ളവരായിരിക്കും കൂടുതൽ, അപ്പോൾ അതുകൊണ്ട് സാമ്പിൾ സൈസ് കുറച്ച് മതി. ഹെട്രോജീനസ് സാമ്പിളിംഗ് ആണെങ്കിൽ ഹെട്രോജീനസ് ക്യാരക്ടർ അഥവാ വൈവിധ്യമാർന്ന സ്വഭാവങ്ങളുള്ളവരുടെ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ലാർജ് സൈസ് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് മെത്തേഡ്സിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സാമ്പിൾ സൈസ് ഡിഫറൻസ് വരും കേട്ടോ. ദെൻ ബേസിക് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ സാമ്പിളിനെ സ്റ്റഡിക്കായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നമ്മൾ അവരുടെ ബേസിക് ഇൻഫർമേഷൻ നമ്മൾ തീരുമാനിച്ചിരിക്കണം. എന്ന് വെച്ചാൽ അതൊരു പൈലറ്റ് സ്റ്റഡി, പാസ്റ്റ് സർവേ, എക്സ്പീരിയൻസ് ഓഫ് ദ എക്സ്പേർട്സ്, ഇതൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മളത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കത് അവൈലബിൾ ആണ്, എല്ലാം നമുക്കവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സാമ്പിൾ സൈസ് തന്നെ അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ആക്യുറസി റിക്വയർഡ് ഫോർ ദ സ്റ്റഡിക്ക് നല്ലൊരു ആക്യുറസി ആവശ്യമായ ഒരു പഠനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ലാർജ് സാമ്പിൾസിനെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതായത് ഒരു ഡിസൈഡ് ലെവൽ ഓഫ് കോൺഫിഡൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു ചെറിയ സാമ്പിൾ തന്നെ തിരഞ്ഞെടുത്താൽ മതി. ദെൻ എത്രത്തോളം വേരിയേഷൻ നമ്മുടെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മുടെ സ്റ്റഡിയുടെ റിസൾട്ട് എത്രത്തോളം വേരിയേഷൻസ് അത് കൊണ്ടുവരും എന്നുള്ളതിനനുസരിച്ച് നല്ലൊരു സാമ്പിൾ സൈസ് തന്നെ സെലക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ സാമ്പിൾ സൈസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ്, രണ്ട് പ്രിൻസിപ്പിളാണ് സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. ഒന്ന് ദ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റിയും ദ ലോ ഓഫ് ദ ഇനർഷി ഓഫ് ലാർജ് നമ്പേഴ്സും. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് ലാർജ് സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും എപ്പോഴും നമുക്ക് എന്തുണ്ടായിരിക്കാം, അതായത് നമുക്കൊരു ആവറേജ് റിസൾട്ട് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഡാറ്റ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് ലോ ഓഫ് ദ ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സിൽ പറയുന്നത്. ലാർജ് ഗ്രൂപ്പ്സിനായിരിക്കും ഹയർ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക ദാൻ ദ സ്മോളർ വൺ. ഇതാണ് രണ്ടും നമ്മുടെ സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. ദെൻ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് സാമ്പിളിംഗ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ പ്രോബ്ലത്തിൻ്റെ നേച്ചർ, നമ്മുടെ റിസർച്ചറുടെ ലക്ഷ്യങ്ങൾ, ദെൻ എത്രത്തോളം ജോഗ്രഫിക്കൽ ഏരിയ നമുക്ക് ഈ സർവേയിലൂടെ കവർ ചെയ്യാനുണ്ട്, ദെൻ നമ്മുടെ പോപ്പുലേഷൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട്, ദെൻ എത്രത്തോളം ഫാക്റ്റ് നമുക്ക് ഈ ഒരു പോപ്പുലേഷനിൽ നിന്നും നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ദെൻ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഫണ്ട് ഉണ്ട്, എത്രത്തോളം ടൈം നമ്മുടെ മുന്നിലുണ്ട്, ദെൻ എത്രത്തോളം റിലയബിൾ ആണ് നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന ഈ ഒരു സാമ്പിൾ എന്നതിനനുസരിച്ചാണ് നമ്മൾ സാമ്പിളിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ നല്ലൊരു സാമ്പിളിംഗ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുക. ദെൻ അതിനനുസരിച്ച് സാമ്പിൾ ടെക്നിക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതും ഒരു ഡിഫിക്കൾട്ട് ടാസ്ക് തന്നെയാണ്. ദെൻ അപ്പോൾ അതിൽ നിന്നും നമ്മളിനി പഠിക്കാൻ പോകുന്ന സാമ്പിളിംഗ് മെത്തേഡിൽ നിന്നും ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ സർവേയുടെ പർപ്പസും അതിൻ്റെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മെത്തേഡിന് എത്രത്തോളം നമ്മുടെ സാമ്പിൾസിനെ മെഷർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നും, ദെൻ അതിൻ്റെ കൃത്യതയും, അതോടൊപ്പം തന്നെ പോപ്പുലേഷനെ കുറിച്ചുള്ള നമ്മുടെ ടോട്ടൽ പോപ്പുലേഷനെ കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളും, നമ്മുടെ പോപ്പുലേഷൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവ സവിശേഷതകളും, ഫണ്ടും ടൈമും നമുക്ക് എത്രത്തോളം ഫീസിബിളായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്, അഥവാ ഇക്കണോമി എന്നിത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിനി പറയാൻ പോകുന്ന സാമ്പിളിംഗ് ടെക്നിക്ക്
തീരുമാനിക്കുന്നത് നമുക്ക് ഏതാണ് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ അതിലൊന്നാമത്തെ പോയിൻ്റാണ് പർപ്പസ് ഓഫ് ദ സർവേ അല്ലേ. സർവേയുടെ പർപ്പസിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതിനനുസരിച്ചൊരു മെത്തേഡായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. എന്നുവെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ജിയോഗ്രഫിക്കൽ ഏരിയ ഒക്കെ കവർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈസ് ഓഫ് ദ പോപ്പുലേഷനും ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊരു മെത്തേഡ് നമ്മളവിടെ ചൂസ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മെത്തേഡിൻ്റെ മെഷറബിൾ കപ്പാസിറ്റിയാണ് പറയുന്നത്. മെഷറബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് സാമ്പിളിംഗ് മെത്തേഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മെത്തേഡിനും അതിൻ്റേതായ മെഷറബിൾ കഴിവുകളുണ്ട്, എബിലിറ്റികളുണ്ട്. പക്ഷേ എല്ലാറ്റിനും ഒരേപോലെ അല്ലാതെ ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ട്. പീരിയോഡിക് വേരിയേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സാമ്പിളിംഗ് എറേഴ്സ് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഡ്രോ ചെയ്തൊരു തിയറിറ്റിക്ക് ഫോർമുലേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു സാമ്പിളിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. ദെൻ ഡിഗ്രി ഓഫ് പ്രിസിഷൻ അല്ലേ, നല്ലൊരു കൃത്യത വേണ്ട പഠനമാണ് നമ്മളുടേതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു സാമ്പിളിംഗ് മെത്തേഡ്, സാധാരണ റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ് നമ്മളതിന് ചൂസ് ചെയ്യുന്നത്. ദെൻ നാലാമത്തെ പോയിൻ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷനെ കുറിച്ച് നമുക്ക് സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ സാധാരണ നമുക്കത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ നോൺ പ്രോബബിലിറ്റി ടെക്നിക്ക് യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റാണ് നേച്ചർ ഓഫ് ദ പോപ്പുലേഷൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഹോമോജീനസ് നേച്ചറിലുള്ള ഒരേ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള വേരിയബിൾസിനെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. ഹൈഡ്രോജീനസ് ആവുന്ന സമയത്താണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ദ സ്റ്റഡി, വലിയൊരു ഏരിയ നമ്മൾ കവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ സൈസും കൂടുതലായിരിക്കും. ദെൻ അതിനനുസരിച്ച് നമ്മൾ മൾട്ടി ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് ഉപയോഗിക്കുക. അവൈലബിലിറ്റി ഓഫ് ഫണ്ട് അതൊരു ലിമിറ്റിംഗ് ഫാക്ടർ തന്നെയാണ് അല്ലേ. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ഫണ്ടിനനുസരിച്ച് നമുക്ക് സാമ്പിളിംഗ് മെത്തേഡുകളിൽ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നുണ്ട്. ദെൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചൊരു മെത്തേഡ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ ഈ സാമ്പിളിംഗ് നടത്തുമ്പോൾ തെറ്റുകൾ വരാം. അപ്പോൾ അതാണ് സാമ്പിളിംഗ് ബയാസ് എന്നറിയപ്പെടുന്നത്. ദെൻ അതിൽ 2 തരത്തിലുള്ള ബയാസസ് ആണ് നമുക്കവിടെ വരിക. എന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുത്ത സാമ്പിൾസിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിലൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റയിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ 2 തരത്തിലുള്ള തെറ്റുകൾ അവിടെ സംഭവിക്കുക, സിസ്റ്റമാറ്റിക് ബയാസും സാമ്പിളിംഗ് എറേഴ്സും. സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്ന നടപടിക്രമങ്ങളിൽ വരാവുന്ന തെറ്റുകൾ കൊണ്ട്, മിസ്റ്റേക്കുകൾ കൊണ്ട് സംഭവിക്കുന്ന എറേഴ്സാണ് സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് സാമ്പിൾ സൈസ് കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യാം, ഈ എറേഴ്സ് അവിടെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് സ്യൂട്ടബിൾ സാമ്പിൾ ഫ്രെയിം ഓർ സോഴ്സ് ലിസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷനെ കുറിച്ച് ഡീറ്റെയിൽസ് ഉള്ളതാണ് നമ്മളെന്ത് പറയുക, സാമ്പിൾ ഫ്രെയിം ഓർ സോഴ്സ് ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതൊരു സിസ്റ്റമാറ്റിക് ബയാസായി മാറാറുണ്ട്. നമ്മുടെ പോപ്പുലേഷനെ കുറിച്ച് നമുക്ക് കൃത്യമായ അറിവില്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റ് ഡീറ്റെയിൽസൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതൊരു ബയാസായി മാറാറുണ്ട്. നമ്മൾ ഇവരെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനെയർ, അതൊരു മെഷർമെൻറ്റ് ഡിവൈസാണ് അല്ലേ. അപ്പോൾ അതിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ സാമ്പിളിംഗ് പ്രൊസീജിയറിലും എന്ത് വരും, അവിടെ മിസ്റ്റേക്കുകൾ വരും. ദെൻ നോൺ റെസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിൾസിനെ മുഴുവനായിട്ട് നമുക്ക് സാമ്പിളിങ്ങിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അതും ഒരു കാരണമായി മാറും. നോൺ റെസ്പോണ്ടൻസ് സെലക്ട് ചെയ്ത അത്രയും റെസ്പോണ്ടൻസിൽ നിന്നും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും ഒരു റീസണായി മാറിയേക്കാം. ദെൻ ഇൻഡിറ്റർമിനസി പ്രിൻസിപ്പിൾ അവിടെ പറയുന്നത്, അവരെ നിരീക്ഷിക്കുന്ന സമയത്ത് അവരൊരു ക്യാരക്ടറും, പിന്നെ അതിന് ശേഷം അവർ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരൊരു ക്യാരക്ടറും, പിന്നെ അതിന് ശേഷം അവരുടെ ആക്ച്വൽ ക്യാരക്ടറും കാണിക്കുക. അപ്പോൾ നമ്മൾ കാണുന്നത് എന്തായിരിക്കും, പ്രിറ്റൻഡ് ക്യാരക്ടറായിരിക്കും. ഓക്കെ, അതിനെയാണ് ഇൻഡിറ്റർമിനസി പ്രിൻസിപ്പിൾ എന്ന് പറയാം. ദെൻ യൂഷ്വൽ ബയാസ് ഇൻ റിപ്പോർട്ടിംഗ് ഡാറ്റ. നമ്മൾ ഈ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ അവരുടെ യഥാർത്ഥ ഫീലിങ്സ് റിവീൽ ചെയ്തില്ല എന്ന് വരും അല്ലേ. നമ്മളെല്ലാവരും നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സ് എല്ലാവരും എപ്പോഴും വെളിപ്പെടുത്താൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഘടകങ്ങളും നമ്മുടെ സാമ്പിളിങ്ങിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്ത് പറയുക, സിസ്റ്റമാറ്റിക് ബയാസ് എന്ന് പറയാം. നെക്സ്റ്റാണ് സാമ്പിളിംഗ് എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പിളിംഗ് സർവേസ് നടത്തുന്ന സമയത്ത് ഉണ്ടാകാവുന്ന എറേഴ്സിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് വിളിക്കാം. അപ്പോൾ സാമ്പിളിംഗ് എറർ
സാധാരണ വലിയൊരു നമ്പർ ഓഫ് സാമ്പിൾസിന് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാമ്പിളിംഗ് എററിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സാമ്പിളിംഗ് എറേഴ്സ് നമുക്ക് സാമ്പിളിംഗ് എറേഴ്സിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ബയാസസ് എറേഴ്സും അൺബയാസ്ഡ് എറേഴ്സും. അതിലൊന്നാമത്തെയാണ് ബയാസ്ഡ് എറേഴ്സ്. ബയാസ്ഡ് എറേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പിളിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾ കൊണ്ട് വരാവുന്ന എറേഴ്സാണ് ബയാസ്ഡ് എറേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്ത് വരാം, തെറ്റുകൾ വരാം. ദെൻ ഈ എറേഴ്സ് എന്താണ്, ക്യുമുലേറ്റീവ് എറേഴ്സാണ്, നോൺ കോമ്പൻസേറ്റിംഗ് എറേഴ്സാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രൊസീജിയറിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണിതല്ലേ. തെറ്റായി നമ്മൾ സെലക്ഷൻ നടത്തുന്നതുകൊണ്ട് വരാവുന്ന തെറ്റുകളാണ്. അപ്പോൾ നമ്മളെ തെറ്റുകൾ എത്ര ലാർജ് സാമ്പിൾ സൈസ് കൂട്ടിയാലും അവിടെ ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടുകയുള്ളൂ. നമ്മൾ നോക്കിയും കണ്ടും ആളുകളെ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര സാമ്പിൾ സൈസ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ആ തെറ്റവിടെ കുറയില്ല അല്ലേ. തെറ്റായ സെലക്ഷൻ നടത്തിക്കൊണ്ട് ലാർജ് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ തെറ്റവിടെ കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ബയാസ്ഡ് എറേഴ്സിനെ എന്ത് വിളിക്കുന്നത്, ക്യുമുലേറ്റീവ് എറേഴ്സ് ഓർ നോൺ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇതിനൊരിക്കലും സാമ്പിൾ സൈസ് ലാർജ് ആക്കിയിട്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ബയാസ്ഡ് എറേഴ്സ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് അൺബയാസ്ഡ് എറേഴ്സ് ആണ്. അൺബയാസ്ഡ് എറേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the bias is occurring due to chance differences in between the items included in the sample and items not included in the sample. എന്തായാലും പറയുന്നത്, നമ്മൾ വിചാരിച്ച ഐറ്റംസ് മുഴുവൻ അവിടെ വന്നിട്ടില്ല, സാമ്പിളിൽ വന്നിട്ടില്ല. അത്തരത്തിൽ സംഭവിക്കാവുന്ന എറേഴ്സാണ് അൺബയാസ്ഡ് എറേഴ്സ്. അപ്പോൾ ഈ എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബയാസസ് നമുക്ക് എന്ത് ചെയ്യാം, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അത് നോൺ ക്യുമുലേറ്റീവ് ആണ്. ലാർജ് സാമ്പിൾ സൈസ് സാമ്പിൾ സൈസ് കൂട്ടുന്തോറും ഈ എറേഴ്സ് നമുക്ക് അവിടെ കുറയ്ക്കാം അല്ലേ. എന്നുവെച്ചാൽ നമ്മൾ വിചാരിച്ച സാമ്പിൾ അവിടെ ഉൾപ്പെടും. വിചാരിച്ച സാമ്പിൾ ഉൾപ്പെടാത്തത് കൊണ്ടാണ് ഈ തെറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 2 എറേഴ്സാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ബയാസ് സംഭവിക്കുന്നതിനുള്ള കോസസ് എന്ന് പറയുന്നത്, അതിന് ഒരുപാട് കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള കാരണങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഫോൾട്ടി പ്രോസസ് സെലക്ഷൻ. ഫോൾട്ടി പ്രോസസ് സെലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ചർ ബോധപൂർവം അങ്ങനെ ഒരു സെലക്ഷൻ നടത്തുക, ഫോൾട്ടി സെലക്ഷൻ നടത്തുക. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, റാൻഡംലി നമ്മൾ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുമ്പോൾ അൺകോൺഷ്യസോ കോൺഷ്യസ് ആയിട്ട് അവിടെ എന്ത് സംഭവിക്കുക, അങ്ങനത്തെ തെറ്റുകൾ വരാനുള്ള ചാൻസസ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഐറ്റം പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഐറ്റം ചൂസ് ചെയ്യുന്ന സമയത്ത് മറ്റ് ഐറ്റം ഓട്ടോമാറ്റിക്കലി അവിടെ നഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ. എന്നുവെച്ചാൽ 10 പേരിൽ നിന്നും 50 പേരിൽ നിന്നും അല്ലെങ്കിൽ ഒരു 20 പേരിൽ നിന്നും 10 പേരെ സെലക്ട് ചെയ്യുമ്പോൾ മറ്റു 10 പേർക്ക് എന്താണ് അവിടെ ചാൻസസ് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അങ്ങനെയും അവിടെ തെറ്റ് വരാം. ഫോൾട്ടി പ്രോസസ് സെലക്ഷനിൽ ഒരു കാരണമാണത്. ദെൻ റാൻഡംലി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം അവിടെ കവർ ചെയ്യാൻ പറ്റില്ല, റാൻഡമായിട്ട് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു കാരണമാണ്. ദെൻ ഇപ്പോൾ അവർക്ക് ക്വസ്റ്റനെയർ കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവരത് എൻറ്റയറായിട്ട് മുഴുവൻ ഫില്ല് ചെയ്യാതിരിക്കുക, അതും ഇത്തരത്തിലൊരു ബയാസിൻ്റെ കാരണമാണ്. രണ്ടാമത്തെ ബയാസ് റീസൺ എന്ന് പറയുന്നത്, ഫോൾട്ടി വർക്ക് ഡ്യൂറിങ് ദ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് റിസർച്ചറുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന തെറ്റായ വർക്കുകളാണ്. എന്ന് വെച്ചാൽ അവരിൽ നിന്നും കിട്ടുന്ന ഡാറ്റയെ മെഷർമെൻറ്റ് നടത്തുന്ന സമയത്തോ ഒക്കെ നമ്മുടെ ഭാഗത്ത് സംഭവിക്കാവുന്ന തെറ്റുകളെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ എറേഴ്സ് അവിടെ വരുത്തും, നമ്മുടെ റിസൾട്ടിൽ വരുത്താനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മളവിടെ ചെയ്യേണ്ടത് നല്ല പ്രോപ്പറായിട്ട് ക്വസ്റ്റനെയർ ഡിസൈൻ ചെയ്യുക, നല്ല ഇൻ്റർവ്യൂ ഷെഡ്യൂളിംഗ് നടത്തുക, നല്ല ട്രെയിൻഡ് ഇൻ്റർവ്യൂവേഴ്സിനെ വെക്കുക. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ഫോൾട്ടി മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. തെറ്റായ അനാലിസിസിന് വേണ്ടി നമ്മൾ തെറ്റായ മെത്തേഡുകൾ ഉപയോഗിക്കുക. നമ്മുടെ ഡാറ്റയുടെ നേച്ചറിനനുസരിച്ച്, വെദർ ഇറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അതിനനുസരിച്ചുള്ള മെത്തേഡ് തന്നെ നമ്മളവിടെ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് അവിടെ 3 റീസണായിട്ട് നമ്മുടെ ബയാസസിന് റീസണായിട്ട് പറയുന്നത്. ഓക്കെ, അതായത് സാമ്പിളിംഗ് എററിൽ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എറേഴ്സിൽ ബയാസസ് എറേഴ്സും ഉണ്ട്, അൺബയാസ്ഡ് എറേഴ്സും ഉണ്ട്. എനിവേ ഈ ബയാസസിനുള്ള കോസസ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഫോൾട്ടി പ്രോസസ് സെലക്ഷൻ, ഫോൾട്ടി വർക്ക് ഡ്യൂറിങ് ദ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, ഫോൾട്ടി മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. ഓക്കെ, ഇനി നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ സാമ്പിളിംഗ് നടത്തുമ്പോഴും അതിൻ്റെ പ്രൊസീജിയറിൽ സംഭവിക്കാവുന്ന മിസ്റ്റേക്ക് കൊണ്ടൊക്കെ വരാവുന്ന തെറ്റുകളാണ് അല്ലേ. അതിനെയാണ് നമ്മൾ ബയാസസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത്തരത്തിൽ സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടതല്ലാത്ത രീതിയിലും എന്ത് വരാം,
തെറ്റുകൾ അവിടെ സംഭവിക്കാം. ആ ഒരു തെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് വിളിക്കുക. ദെൻ അത് നമ്മൾ സാമ്പിൾ സൈസ് കൂട്ടുന്തോറും ആ തെറ്റുകൾ ഇൻക്രീസ് ചെയ്യുകയുള്ളൂ, ഒരിക്കലും അത് കുറയില്ല. അപ്പോൾ നോൺ സാമ്പിളിംഗ് എറേഴ്സ് താഴെ പറയുന്ന ഘടകങ്ങൾ കൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്. ഒന്ന്, അപ്രോപ്രിയേറ്റഡ് അല്ലാത്ത ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അനാലിസിസ് നടത്തുക. രണ്ട്, കൃത്യതയില്ലാത്തൊരു ഡാറ്റ നമുക്ക് കിട്ടുക. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഇൻ്റർവ്യൂ ഒബ്സർവേഷനോ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്യുറേറ്റ് അല്ലാത്ത രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ നമ്മുടെ കൈകളിൽ അതിന് വേണ്ടിയിട്ട് ഇല്ലാതിരിക്കുക. ദെൻ നല്ല ട്രെയിൻഡ് എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇല്ലാതിരിക്കുക. ദെൻ നമ്മുടെ റെസ്പോണ്ടൻസ് നോൺ റെസ്പോണ്ടൻസ് ആയി മാറുക, അല്ലെങ്കിൽ അവർ നമുക്ക് റെസ്പോൺസസ് തരാതിരിക്കുക. ദെൻ ഡാറ്റ പ്രോസസ്സിങ് നടത്തുന്ന സമയത്ത്, അതായത് എഡിറ്റിങ്ങും കോഡിങ്ങും നടക്കുന്ന സമയത്ത് വരാവുന്ന തെറ്റുകൾ, ഇതൊക്കെ എന്താണ്, നോൺ സാമ്പിളിംഗ് എറേഴ്സാണ്. ഓക്കെ കൂടുതലും ഇത് ടാബുലേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് വരാവുന്ന മിസ്റ്റേക്കുകളാണ്. അതാണ് അതിനെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ പൊതുവേ നമ്മുടെ സാമ്പിളിംഗ് ബയാസസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിസ്റ്റമാറ്റിക് ബയാസ് എന്നും സാമ്പിളിംഗ് എറേഴ്സ് എന്നും. ഓക്കെ, അപ്പോൾ നോൺ സാമ്പിളിംഗ് എറേഴ്സാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.